POS ബില്ലിംഗ്, പോയിന്റ് ഓഫ് സെയിൽസ്, അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾ എങ്ങനെ ഇൻവോയ്സ് അല്ലെങ്കിൽ സെയിൽസ് ബില്ല് എങ്ങനെ പ്രിന്റ് എടുക്കാമെന്ന് പഠിച്ചു, അതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു. ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ POS ബിൽ പ്രിന്റിംഗ് എങ്ങനെ ചെയ്യാം, അതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വേഗത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ബില്ലാണ് POS ബില്ല്. അതുപോലെ മൾട്ടി മോഡ് പേയ്മെന്റുകളായ ഗിഫ്റ്റ് വൗച്ചർ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, DD, ചെക്ക്, ക്യാഷ് പേയ്മെന്റ്, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബില്ലാണ് POS ബില്ലിംഗ്. സാധാരണയായി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ POS ബില്ലാണ് ഉപയോഗിക്കുന്നത്. POS ബില്ലിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ടാലിയിൽ സാധാരണയായി ഒരു പ്രിന്റ് ലഭിക്കുമ്പോൾ അത് A4 സൈസ് അല്ലെങ്കിൽ ലെറ്റർ സൈസ് പേപ്പറിലാണ് നമുക്ക് ലഭിക്കുന്നത്. POS ബില്ലാകുമ്പോൾ പ്രോഡക്റ്റിന്റെ എണ്ണത്തിനനുസരിച്ചാണ് ബില്ലിന്റെ ഹൈറ്റ് വരുന്നത്. 1 or 2 പ്രൊഡക്റ്റോ ആണെങ്കിൽ നമുക്ക് ചെറിയ ഹൈറ്റിലുള്ള ബില്ലായിരിക്കും ലഭിക്കുന്നത്. 10ലധികം പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ബില്ലിന്റെ ഹൈറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ടാലിയിൽ എങ്ങനെയാണ് POS ബില്ല് പ്രിന്റ് ചെയ്യുന്നത്, അതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന്. മൈ നെയിം ഇസ് ജീന. യു ആർ വെൽക്കം ടു രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ്. Ramanuja Institute of Accounting. യുവർ പെർഫെക്റ്റ് കരിയർ ക്രാഫ്റ്റ്സ്മാൻ. POS GST ബില്ല് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ GST എന്താണെന്ന് ചെയ്യുമ്പോഴുള്ള കമ്പനി ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. POS ബില്ല് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കമ്പനിയിൽ തന്നെ നമുക്ക് POS ബില്ലും ചെയ്യാം, അതുപോലെ സാധാരണ സെയിൽസ് ബില്ലും ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ 2 ടൈപ്പ് ബില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ പുതിയൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായി ഇവിടെ അക്കൗണ്ട്സ് ഇൻഫർമേഷനിൽ വൗച്ചർ ടൈപ്സ്, അതിൽ ക്രിയേറ്റ്. അപ്പോൾ ഇവിടെ POS ബില്ലിങ്ങിന് POS ബില്ല് എന്ന് പറഞ്ഞ് ടൈറ്റിൽ നൽകുന്നു. വൗച്ചർ ടൈപ്പ് സെയിൽസ്, അബ്രിവേഷൻ വേണമെങ്കിൽ കൊടുക്കാം. മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ് ഇവിടെ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യുന്നു. നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ POS ബില്ല് ചെയ്യുമ്പോൾ അതിന്റെ വൗച്ചർ നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ വൗച്ചർ നമ്പറുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനെ ആക്കുന്നു. ഇഫക്റ്റീവ് ഡേറ്റ് വേണമെങ്കിൽ അത് എസ് ആക്കാം. ഈ വൗച്ചർ ടൈപ്പിന്റെ കാര്യങ്ങൾക്കായി ഒരു പുതിയൊരു വീഡിയോ വരുന്നുണ്ട്, അതിലെല്ലാം മനസ്സിലാവുന്നതാണ്. ഇവിടെ പ്രിന്റിംഗ് ഓപ്ഷനിൽ നമുക്ക് വരാം. പ്രിന്റ് വൗച്ചർ ആഫ്റ്റർ സേവിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. അതുപോലെ POS പോയിന്റ് ഓഫ് സെയിൽസ് അത് ആക്റ്റീവ് ആക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. നമുക്ക് POS ബില്ല് ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. മെസ്സേജ് ടു പ്രിന്റ്, നമുക്ക് ബില്ലിൽ മെസ്സേജസ് ഉണ്ടാവും അല്ലേ, താങ്ക് യു, വിസിറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ മെസ്സേജസ് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ താങ്ക് യു, മെസ്സേജ് സെക്കൻഡ് മെസ്സേജ് വിസിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് നൽകുന്നു. ഡിഫോൾട്ട് പ്രിന്റ് ടൈറ്റിൽ എന്ത് വേണമെന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇൻവോയ്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ POS ബില്ല് എന്ന് കൊടുക്കാം. നമ്മളിവിടെ ഒന്നും നൽകിയിട്ടില്ലെങ്കിലും POS ബില്ല് എന്നുള്ളൊരു ഇതാണ് വരുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. സെറ്റ് ആൾട്ടർ ഡിക്ലറേഷൻ വേണമെങ്കിൽ ഇവിടെ നൽകാം. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഡിക്ലറേഷൻ ഇതാണ്. വി ഡിക്ലെയർ ദാറ്റ് ദിസ് ഇൻവോയ്സ് ഷോസ് ദ ആക്ച്വൽ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഡിസ്ക്രൈബ്ഡ് ആൻഡ് ദാറ്റ് ഓൾ പെർട്ടിക്കുലേഴ്സ് ആർ ട്രൂ ആൻഡ് കറക്റ്റ്. നമുക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാം. ഇനി നെയിം ഓഫ് ക്ലാസ്, അപ്പം നെയിം ഓഫ് ക്ലാസ്സിൽ ഇവിടെ POS എന്ന് പറഞ്ഞ് നൽകുന്നു. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ഫോർ POS ഇൻവോയ്സിൽ ഡിഫോൾട്ടായി വരുന്ന ലെഡ്ജർ ഏതൊക്കെയാണ് അതിവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് POS ബില്ലിങ്ങിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് പേയ്മെന്റ് ഒക്കെ നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, ചെക്ക്, DD, ക്യാഷ്, ഏത് മോഡ് വേണമെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് എസ് ആക്കാം. ഇപ്പോൾ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ചില കമ്പനികളൊക്കെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് നൽകുന്നുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ പേര് നൽകാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ നൽകുന്നു. ക്രെഡിറ്റ്, ഡെബിറ്റ്, കാർഡ് പേയ്മെന്റ് എസ് ആക്കുന്നു. നോർമലി ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ആയിരിക്കും. ഒരുപാട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏത് ബാങ്കിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ബാങ്കിന്റെ പേര് ഇവിടെ സെലക്ട് ചെയ്യുക. ചെക്ക്, DD ബാങ്ക് സെലക്ട് ചെയ്യാം. ക്യാഷ്. ഇനി ലെഡ്ജർ നെയിം, സെയിൽസ് അല്ലെങ്കിൽ POS ബില്ലിങ്ങിൽ നമ്മൾ സെയിൽസ് ലെഡ്ജർ ആണ് യൂസ് ചെയ്യുന്നത്.
ഇവിടെ ഇപ്പോൾ ഇത് ഓൾറെഡി ചെയ്തൊരു കമ്പനി ആയതുകൊണ്ട് GSTയുമായി ബന്ധപ്പെട്ട് ഉള്ള കമ്പനി ആയതുകൊണ്ട് ഇവിടെ ലോക്കൽ സെയിൽസും ഉണ്ട് ഇൻട്രസ്റ്റേറ്റും ഉണ്ട്. ഇവിടെ ലോക്കൽ സെയിൽസ് സെലക്ട് ചെയ്യുന്നു. സെറ്റ് ആൾട്ടർ ടാക്സ് ക്ലാസ്, ടാക്സ് ഒക്കെ നമ്മൾ ഡിഫോൾട്ടായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി അഡീഷണൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ടാക്സ് GST ആണ് അല്ലേ. അപ്പോൾ ലോക്കൽ സെയിൽസിന്റെ കേസിൽ CGSTയും SGST ആണ്. അതിവിടെ സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് POS ബില്ലിങ്ങിന് വേണ്ടുന്ന വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി അക്കൗണ്ടിങ് വൗച്ചറിൽ വരിക. സെയിൽസ് ചെയ്യാൻ വേണ്ടി F8 കീ ആണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് നെയിം, അവിടെ സെയിൽസ് ഉണ്ട്, POS ബില്ലുണ്ട്. നമുക്ക് വേണ്ടുന്നത് POS ബില്ലാണ്, അത് സെലക്ട് ചെയ്യുന്നു. ക്ലാസ് POS സെലക്ട് ചെയ്യാം. പാർട്ടി നെയിം വേണമെങ്കിൽ നൽകാം, ഇവിടെ ഒന്നും നൽകുന്നില്ല. നെക്സ്റ്റ് നെയിം ഓഫ് ഐറ്റം. ഇവിടെ നമ്മൾ ഈ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായി ക്വാണ്ടിറ്റി 1 നമ്പേഴ്സ് ആണ് വരുന്നത്. ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റി സെയിൽ ചെയ്യണമെങ്കിൽ ഒരു തവണ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്താൽ ക്വാണ്ടിറ്റി കോളം സെലക്ട് ആവുന്നതാണ്. അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ബില്ലിങ്ങിനാണ് നമ്മൾ POS യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിഫോൾട്ടായിട്ട് അവിടെ ക്വാണ്ടിറ്റി ഒക്കെ വരുന്നത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. ക്വാണ്ടിറ്റി അവിടെ 1 ആണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബില്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര എണ്ണമാണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ആണോ ഉള്ളത് അതിനനുസരിച്ചാണ് ബില്ലിൻ്റെ ഹൈറ്റ് ഉണ്ടാവുന്നത്. CGST SGST ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യണം. ഇവിടെ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നോട്ട് ആപ്ലിക്കബിൾ നൽകുന്നു. എമൗണ്ട് 0 നൽകുന്നു. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് കൊടുക്കുന്നില്ല, അപ്പം എമൗണ്ട് 0 നൽകുന്നു. ചെക്ക് ആണെങ്കിൽ എത്ര എമൗണ്ട് ചെക്കായിട്ട് നൽകുന്നു. ഇവിടെ ഇപ്പോൾ ചെക്കും ക്യാഷും നൽകുന്നു എന്ന് കരുതുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 1000ന്റെ ചെക്ക് നൽകുന്നു. അപ്പോൾ 1000 ടൈപ്പ് ചെയ്യുക. ബാങ്ക് പേര് നമുക്ക് നൽകാവുന്നതാണ്. ഏത് ബാങ്കിൻ്റെ ചെക്കാണ് നമ്മൾ നൽകുന്നത് അത് ഇവിടെ നൽകുക. ചെക്ക് നമ്പർ നൽകാവുന്നതാണ്. നെക്സ്റ്റ് ക്യാഷ്, ബാലൻസ് എമൗണ്ട് കംപ്ലീറ്റ് ക്യാഷ് ആയിട്ടാണെങ്കിൽ അവിടെ ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ക്യാഷ് ടെൻഡേർഡ്, കസ്റ്റമർ എത്ര ക്യാഷാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 1596 ആണ്. 1600 ആണ് ക്യാഷ് തരുന്നത്. അപ്പോൾ എത്ര ബാലൻസ് നൽകണം. ഇവിടെ 4 രൂപ ബാലൻസ് തിരിച്ചു നൽകണം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ സാധിക്കും. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രിന്റ് ലഭിക്കുന്നതാണ്. പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റ് നമുക്ക് ലഭിക്കും. ഇതാണ് POS ബില്ല്. കമ്പനി നെയിം GST1 കൊടുത്തത്. ആ നെയിം ഉണ്ട്, GST നമ്പർ, സ്റ്റേറ്റ്, POS ഇൻവോയ്സ് ആണ് ടൈറ്റിൽ വന്നിരിക്കുന്നത്, ബിൽ നമ്പർ, ഡേറ്റ്, ടൈം, സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, HSN കോഡ് ഉണ്ട്, GST റേറ്റ്, ക്വാണ്ടിറ്റി റേറ്റ്, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഇവിടെ ഉണ്ടാവും. ടോട്ടൽ എമൗണ്ട് ഉണ്ട്, GST എമൗണ്ട് ഉണ്ട്, ഗ്രാൻഡ് ടോട്ടൽ ഉണ്ട്, GST പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ എമൗണ്ട്. പിന്നെ ഇവിടെ ചെക്ക് നമ്പർ അല്ലേ, ചെക്ക് 1000 റുപ്പീസിൻ്റെ ചെക്കാണ്. അപ്പോൾ ചെക്ക് നമ്പർ കാണിക്കുന്നുണ്ട്. ക്യാഷ് ഇത്രയാണ്. ക്യാഷ് ലഭിച്ചിരിക്കുന്നത് 1600 ആണ്. ബാലൻസ് 4 റുപ്പീസ് ആണ്. ഇവിടെ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ കൊടുത്തിരിക്കുന്നത് താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്ന മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് POS ബില്ല് ചെയ്യുന്നത്. സേവ് ചെയ്യാം. അത് തന്നെ നമുക്കിപ്പോൾ ഈ സെയിൽസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പ്രിന്റ് ഇവിടെ ലഭിക്കുന്നുണ്ട് അല്ല. ഈ ഓപ്ഷൻ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് F12 കോൺഫിഗറേഷൻ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? പ്രിന്റിംഗ് കോൺഫിഗറേഷൻ, POS ഇൻവോയ്സ് പ്രിന്റിംഗ് കോൺഫിഗറേഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ ടൈറ്റിൽ ഓഫ് ഡോക്യുമെന്റ് POS ഇൻവോയ്സ് എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെയാണ് മറ്റ് POS ഇൻവോയ്സ് പ്രിന്റിംഗ് കോൺഫിഗറേഷൻസ്. വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സേവ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്ത് ആൾട്ട് സെറ്റ് അടിച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ബില്ലിങ്ങിനൊക്കെയാണ് POS യൂസ് ചെയ്യുന്നത്. സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ POS ബില്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫാസ്റ്റായിട്ട് ബില്ല് പ്രിന്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് സെയിൽസ്, POS പോയിന്റ് ഓഫ് സെയിൽസ്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രിന്റ് എടുക്കുന്നത്, അതിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.